കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ഇഗ്നൈറ്റ് ഹോപ്പിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഏത് ശത്രുവിൻ്റെ മുൻപിലും, ഏത് പ്രഗത്ഭനായ ശത്രുവിൻ്റെ മുൻപിലും ദൈവജനത്തിനായി ജയം നൽകുന്ന ഒരു നല്ല ദൈവത്തെ പറ്റിയാണ്. ദൈവജനത്തെ ആരും തോൽപ്പിക്കില്ല. ദൈവജനത്തിനായി ദൈവം യുദ്ധം ചെയ്യുന്നു. നമുക്കിവിടെ ചില വേദവാക്യങ്ങൾ വായിക്കാം. എസ്തേർ 3:8. പിന്നെ ഹാമാൻ അഹശ്വേരോസ് രാജാവിനോട്, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിന്നിച്ചിതറി കിടക്കുന്നു. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അവർ രാജാവിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നതുമില്ല. അതുകൊണ്ട് അവരെ അങ്ങനെ വിടുന്നത് രാജാവിന് യോഗ്യമല്ല. യെശയ്യാവ് 54:17. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെ ആകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നാം ഇവിടെ ഒരു ഹാമാനെ പറ്റി വായിച്ചു അല്ലേ? ഹാമാൻ ആരായിരുന്നു? അഹശ്വേരോസ് രാജാവിൻ്റെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. പേർഷ്യൻ സാമ്രാജ്യത്തിലൊക്കെയും ഈ ഹാമാന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. രാജാവ് കഴിഞ്ഞാൽ അടുത്ത വ്യക്തിയായിരുന്നു ഹാമാൻ. അവൻ അധികാരമുള്ളവനായിരുന്നു. രാജ്യത്തിൻ്റെ പ്രധാന സ്ഥാനത്തേക്കൊക്കെ കയറിപ്പറ്റുവാൻ അവന് മിടുക്കുണ്ടായിരുന്നു. അവൻ വളരെ സ്വാധീനമുള്ളവനായിരുന്നു. അവൻ ഈ സ്വാധീനമെല്ലാം ഉപയോഗിച്ച് ദൈവജനത്തെ തകർക്കുവാൻ ശ്രമിച്ചതാണ് നമുക്കിവിടെ വായിക്കുവാൻ സാധിക്കുന്നത്. നിങ്ങൾ എസ്തേറിൻ്റെ പുസ്തകം വായിച്ചാൽ ഇത് വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകും. എസ്തേർ രാജ്ഞി ഒരു യഹൂദ സ്ത്രീ ആയിരുന്നു. അത് ഹാമാന് അറിയില്ലായിരുന്നു. അഹശ്വേരോസ് രാജാവ് തൻ്റെ പ്രിയപ്പെട്ട രാജ്ഞിയെ വളരെ സ്നേഹിച്ചിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഹാമാൻ മൊർദെഖായി എന്ന ഒരു വ്യക്തിക്കെതിരെ അമർഷം വെച്ചു പുലർത്തിയത്. ദേശത്തെല്ലാം ഹാമാനെ വണങ്ങണമെന്നും നമസ്കരിക്കണമെന്നും ഒക്കെ രാജാവ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഹാമാന് വലിയൊരു സ്ഥാനമാണ് പേർഷ്യൻ സാമ്രാജ്യത്തിൽ രാജാവ് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഹാമാൻ വിചാരിച്ചു, ഞാൻ ആർക്കും കയ്യെത്തിപ്പിടിക്കുവാൻ പറ്റാത്തവനാണെന്ന്. താൻ ആരൊക്കെയോ ആണെന്ന് ഹാമാൻ വളരെ അഹങ്കരിച്ചിരുന്നു. തൻ്റെ ഹൃദയം നിഗളത്താൽ നിറഞ്ഞിരുന്നു. എല്ലാവരും തന്നെ നമസ്കരിക്കണമെന്ന് ഹാമാൻ ആഗ്രഹിക്കുകയും വാശി പിടിക്കുകയും ചെയ്തിരുന്നു. ഒരു വ്യക്തി മാത്രം ഹാമാനെ നമസ്കരിക്കുവാൻ കൂട്ടാക്കിയില്ല, യഹൂദനായ മൊർദെഖായി. ഹാമാന് അതങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. എങ്ങനെയെങ്കിലും മൊർദെഖായിയെ നശിപ്പിച്ചു കളയണമെന്ന് ഹാമാൻ തൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചു. മൊർദെഖായിയോടുള്ള ഹാമാൻ്റെ വിദ്വേഷം യഹൂദ ജാതിയെ മുഴുവൻ തുടച്ചു മാറ്റുവാൻ പ്ലാൻ ഉണ്ടാക്കുവാൻ ഹാമാനെ പ്രേരിപ്പിച്ചു. ഹാമാനോ വളരെ വിദഗ്ധമായി, വളരെ തന്ത്രപരമായി മൊർദെഖായിക്കും യഹൂദ ജാതിക്ക് എതിരെയും പ്രവർത്തിച്ചു. രാജാവിനെ സ്വാധീനിച്ച് വിളംബരമൊക്കെ ഉണ്ടാക്കി അതിലെല്ലാം മുദ്ര വെപ്പിച്ചു. വിജയ ശ്രീലാളിതനായി ഇതാ ഹാമാൻ ഇങ്ങനെ നടക്കുകയാണ്.
അവൻ ജയിച്ചു വരികയാണ്, അവൻ തോക്കുന്നില്ല. അവൻ്റെ ഓരോ പദ്ധതികളും ഒക്കെ നടപ്പാകുന്നു. അവൻ തന്നെ ആകെ അഹങ്കരിച്ചു കാണുമല്ലേ. എന്നാൽ കഴിയാത്തത് എന്താണ് ഉള്ളത്? എന്നെ നമസ്കരിക്കാത്ത ആരാണ് ഈ രാജ്യത്ത് ജീവിച്ചിരിക്കേണ്ടത് എന്നൊക്കെ തൻ്റെ അഹങ്കാരത്തിൽ ഹാമാൻ ചിന്തിച്ചു കാണും അല്ലേ. രാജാവിനോട് പറഞ്ഞു, ഒരു പ്രത്യേക ജാതിയുണ്ട്, അവർ പ്രത്യേക തരത്തിലുള്ള ന്യായപ്രമാണങ്ങളൊക്കെയാണ് അവർ നടപ്പാക്കുന്നത്. രാജകൽപ്പനയൊന്നും അവരനുസരിക്കുന്നില്ല. അവരെ വെച്ചാൽ നമുക്ക് നല്ലതല്ല, അത് രാജാവിന് യോഗ്യമല്ല. അങ്ങനെ രാജാവിനെ പറഞ്ഞ് വഞ്ചിച്ച് നിയമങ്ങളൊക്കെ ഉണ്ടാക്കി ഹാമാൻ. ഹാമാൻ്റെ വീട്ടിൽ ഒരു കഴുമരവും അവൻ ഉണ്ടാക്കി. വളരെ പൊക്കത്തിലാണ്, 50 മുഴം പൊക്കമുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. തൂക്കിക്കൊല്ലാൻ തന്നെ പ്ലാൻ ഇട്ടു. വളരെ പൊക്കത്തിൽ വെച്ചു. സകലരും കാണണം തൻ്റെ എതിരാളിക്ക് എന്താണ് സംഭവിച്ചത് എന്ന്. അപ്പോൾ താൻ വിചാരിച്ചു കാണും, രാജ്യത്തിലെല്ലാവരും എന്നെ കുറെ കൂടി ഭയപ്പെടും എന്ന്. ഹാമാനെ വണങ്ങാത്തവർക്ക് ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് രാജ്യം മുഴുവൻ അറിയാൻ പോകുകയാണല്ലേ. പേർഷ്യൻ സാമ്രാജ്യത്തിലെ സകല പ്രഭുക്കന്മാരിലും ഒക്കെ ഉപരിയായി ഹാമാൻ ഉയർത്തപ്പെട്ടിരുന്നു. അവൻ്റെ അധികാരം അവൻ ദുരുപയോഗം ചെയ്യുവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നമുക്ക് വേദപുസ്തകത്തിൽ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ വായിക്കാം, ഫറവോൻ തൻ്റെ അധികാരം ദുരുപയോഗപ്പെടുത്തി. അത് അവൻ്റെ നാശത്തിലേക്ക് അവനെ എത്തിച്ചു. ദൈവജനത്തിനെതിരെ ആരായുധമുണ്ടാക്കിയാലും അതുതന്നെയാണ് സംഭവിക്കുവാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾ അതിൻ്റെ ചില പടികളൊക്കെ വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയേക്കാം. ഒരു പരിധി വരെ നിങ്ങൾ ജയത്തിലേക്ക് എത്തിയേക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എൻ്റെ പദ്ധതികളൊന്നും പാളിപ്പോയില്ല, ഞാൻ മിടുക്കനാണ്, ഞാനത് സാധിച്ചെടുക്കും. ഇത്ര വരെ നമ്മൾ എത്തിയല്ലോ, ഇവിടെ വരെ ഞാൻ പരാജയപ്പെട്ടില്ല, ഇനി അടുത്ത പടി കൂടെ എനിക്ക് പോകണം. അവൻ നശിച്ചു പോകുന്നത് വരെ, അല്ലെങ്കിൽ അവനെ ഉപദ്രവിക്കുന്നത് വരെ എൻ്റെ പദ്ധതി നടപ്പാകും. ഞാൻ സമർത്ഥനാണ്, എനിക്ക് സ്വാധീനമുണ്ട്, എനിക്ക് പണമുണ്ട്, ഞാൻ ആരൊക്കെയോ ആണ് എന്നൊക്കെ അഹങ്കരിക്കുന്ന ജീവിതങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവജനത്തിനെതിരെ ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. ഹാമാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറകിൽ ദൈവം പ്രവർത്തിക്കുന്നത് ഹാമാൻ അറിയുന്നില്ല. രാജാവിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എസ്തേർ രാജ്ഞി ഒരു യഹൂദ സ്ത്രീയാണെന്ന് അവൻ മനസ്സിലാക്കിയിരുന്നില്ല. ഹാമാൻ്റെ കുതന്ത്രങ്ങളെല്ലാം മനസ്സിലാക്കിയ മൊർദെഖായി എസ്തേർ രാജ്ഞിയോട് ഇതെല്ലാം പറയുവാനിടയായി. എസ്തേർ രാജ്ഞിയോട് ഇപ്രകാരം മൊർദെഖായി പറഞ്ഞു, നീ മിണ്ടാതെ ഇരുന്നാൽ ദൈവജനത്തിന് വിടുതൽ ദൈവം അയക്കും, നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. എസ്തേർ രാജ്ഞിക്ക് തൻ്റെ ദൈവത്തിൽ ആഴമായ വിശ്വാസമുണ്ടായിരുന്നു. അവൾ എന്ത് ചെയ്തെന്നറിയാമോ? അവളും തൻ്റെ തോഴിമാരും ചേർന്ന് 3 ദിവസം കുടിക്കുകയോ തിന്നുകയോ ചെയ്യാതെ ദൈവസന്നിധിയിൽ ഉപവസിക്കുവാൻ തീരുമാനിച്ചു. മൊർദെഖായിയോടും അങ്ങനെ തന്നെ ആവശ്യപ്പെട്ടു. അങ്ങനെ ദൈവജനം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ 3 ദിവസം ചെലവഴിച്ചു. അപകടം മനസ്സിലാക്കിയ എസ്തേർ രാജ്ഞി രാജസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ തീരുമാനിച്ചു. രാജാവിൻ്റെ അടുത്തേക്ക് വെറുതെ ആർക്കും കയറി ചെല്ലുവാൻ സാധിക്കുകയില്ല. രാജാവ് ആവശ്യപ്പെടാതെ ആർക്കും അങ്ങോട്ട് കയറുവാൻ സാധിക്കുകയില്ല. എസ്തേർ രാജ്ഞി എന്തു പറഞ്ഞു? ഞാൻ പോകുന്നു, ഞാൻ നശിച്ചു പോകുന്നെങ്കിൽ ഞാൻ നശിച്ചു പോകട്ടെ. എസ്തേർ രാജ്ഞി പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, ശക്തിപ്പെട്ടു. അവൾ ധൈര്യത്തോടെ രാജസന്നിധിയിലേക്ക്
കടന്നു പോകുവാൻ തീരുമാനിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവ പൈതലേ, നിങ്ങൾ ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കണം. നമ്മൾ വെറും ഭീരുക്കളാകരുത് കേട്ടോ. നമ്മൾ എങ്ങും പമ്മിയിരുന്ന് ആരെയും പേടിച്ച് ജീവിക്കേണ്ട കാര്യമില്ല. നാം ദൈവജനമാണ്, ദൈവത്താൽ വിളിക്കപ്പെട്ടവർ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ. നാം ധൈര്യവും തൻ്റെ ഇടത്തോടും കൂടി കാര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടതാണ്. ഒരു ദൈവ പൈതലിന് ഒരു ഭീരുത്വത്തിൻ്റെയും ആവശ്യമില്ല, ഒരു ഭയത്തിൻ്റെയും ആവശ്യമില്ല. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നുവെന്നല്ലേ നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കുവാൻ സാധിക്കുന്നത്. അഹശ്വേരോസ് രാജാവ് തൻ്റെ പ്രിയപ്പെട്ട രാജ്ഞിയെ അകമഴിഞ്ഞ് സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തൻ്റെ രാജ്ഞിക്കായി ചെങ്കോൽ നീട്ടുകയും ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനും നിങ്ങളും പ്രശ്നത്തിലും പ്രതികൂലത്തിലും ആയിരിക്കുന്നുവെങ്കിൽ നമുക്ക് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. നമ്മുടെ രാജാതിരാജൻ കർത്താതി കർത്താവ് തൻ്റെ സ്നേഹത്തിൻ്റെ ചെങ്കോൽ എനിക്കും നിങ്ങൾക്കുമായി നീട്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? കർത്താവായ യേശു ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ, അവൻ്റെ സന്നിധിയിൽ സമയം ചിലവഴിക്കുന്നവർ, രാജാതിരാജാവിനെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ ഭയപ്പെടാതെ, ചഞ്ചലപ്പെടാതെ, എസ്തേർ രാജ്ഞിയെപ്പോലെ ദൈവസന്നിധിയിലേക്ക് തൻ്റെ ഇടത്തോടെ കടന്നു ചെല്ലാം. നമ്മുടെ ദൈവം, അവൻ രാജാതിരാജാവും കർത്താതികർത്തനുമാണ്. അവൻ തൻ്റെ കാന്തയെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു രാജാവാണ്. ആരാണ് അവൻ്റെ കാന്ത? അവനിൽ വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും അത്രേ. അവൻ എപ്പോഴും തൻ്റെ ചെങ്കോൽ നമുക്കായി നീട്ടിയിരിക്കുന്നു. ഭയപ്പെടാതെ നാം പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മുഖത്ത് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും വലിയ പ്രശ്നത്തിലായിരിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ശത്രു മുന്നേറുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, നീ പരാജയപ്പെട്ടു പോകുമെന്ന് തോന്നുന്നുവെങ്കിൽ, സഹോദര സഹോദരി, ദൈവത്തിൽ വിശ്വസിക്കാമോ? ഒരു ഹാമാന്മാരും നമുക്കെതിരെ വരുവാൻ ദൈവം അനുവദിക്കുകയില്ല. നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം അവരെല്ലാം ജയിച്ചു, ഞാനാണ് തോറ്റതെന്ന്. ഇല്ല, അങ്ങനെയല്ല. ദൈവജനത്തിനായി ദൈവം പ്രവർത്തിക്കുന്നത് ശത്രു കാണുന്നില്ല. ദൈവജനത്തെ എങ്ങനെ ദൈവം കരുതുന്നുവെന്ന് ശത്രു അറിയുന്നില്ല. അവൻ അവൻ്റെ പരാജയത്തിനായി അവന് തന്നെ കെണി വെച്ചിരിക്കുന്നു. ഹാമാന് കഴിവുമരമെല്ലാം ഉണ്ടാക്കിയിട്ട് മൊർദെഖായിയെ തൂക്കുവാനുള്ള ഡേറ്റും ഫിക്സ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അവനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പലതും വിചാരിച്ചു കാണും ആ ദിവസത്തെപ്പറ്റി. ആ ദിവസം വരാൻ ഇങ്ങനെ അവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. തൻ്റെ ശത്രുവിനെ തുടച്ചു മാറ്റുന്ന ദിവസം, അവൻ്റെ ജാതിയെ മുഴുവൻ തുടച്ചു മാറ്റുന്ന ദിവസം. ഹാമാൻ മനസ്സിൽ സന്തോഷിച്ചു കാണും. ഹാമാൻ വളരെ ഉത്സാഹമുള്ളവനായി ഒരു ദിവസം രാജസന്നിധിയിലേക്ക് കടന്നു ചെന്നു. എന്തിനാണെന്നറിയാമോ? മൊർദെഖായിയെ തൂക്കിക്കൊല്ലാനുള്ള അനുവാദത്തിനായി. അവിടെ എന്തുവാ നടന്നത്? ഈ ഹാമാനുണ്ടല്ലോ, മൊർദെഖായിയെ രാജകീയ ഘോഷയാത്ര നടത്തി ബഹുമാനിക്കുവാൻ നിർബന്ധിതനായി. രാജാവ് മാനിക്കുന്ന വ്യക്തിയെ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ലോകത്തോട് അവന് വിളിച്ചു പറയേണ്ടി വന്നു. ഹാമാൻ പരാജയപ്പെട്ടു. അവിടെ അവന് നാണക്കേടുണ്ടായി. പക്ഷേ രാജകൽപ്പനയല്ലേ, അവന് ചെയ്യാതിരിക്കാൻ പറ്റുമോ? താൻ തൂക്കിക്കൊല്ലുവാൻ പദ്ധതിയിട്ടിരിക്കുന്ന ഈ മൊർദെഖായിയെ ഇതാ രാജകീയ ഘോഷയാത്ര നടത്തി മാനിക്കുവാൻ ഹാമാൻ നിർബന്ധിതനായിരിക്കുന്നു. എന്നാലും അവൻ്റെ പ്ലാനൊന്നും അവൻ മാറ്റിയില്ല കേട്ടോ. അവൻ തൂക്കിക്കൊല്ലുവാൻ തന്നെ തീരുമാനിച്ചു. കൂട്ടക്കൊലയാണ് അവൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കൊന്നുകളയാനാണ്.
എസ്തേർ 3:13 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തന്നെ സകല യഹൂദന്മാരെയും അബാലവൃദ്ധം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടെ നശിപ്പിച്ച് കൊന്നു മുടിക്കുകയും അവരുടെ വസ്തുവകകൾ കൊള്ളയിടുകയും ചെയ്യണമെന്ന് രാജാവിൻ്റെ സകല സംസ്ഥാനങ്ങളിലേക്കും അഞ്ചൽ കർവശം എഴുത്ത് അയച്ചു. അങ്ങനെ രാജാവ് മാനിക്കുവാൻ കൽപ്പിച്ചപ്പോൾ ഹാമാൻ്റെ കോപം കുറച്ചുകൂടി ഇരട്ടിച്ചു. അവനെ ഒന്ന് കൊന്ന് നശിപ്പിച്ച് ആ ജനത്തെ മുഴുവൻ ഇല്ലായ്മയാക്കാതെ ഹാമാന് ഉറക്കം വന്നില്ല. രാജാവ് എസ്തേർ രാജ്ഞിക്കായി ചെങ്കോൽ നീട്ടി കഴിഞ്ഞു. എന്തിനായിരുന്നു എസ്തേർ രാജ്ഞി കടന്നു ചെന്നത്? ഹാമാൻ്റെ പദ്ധതിയൊക്കെ ഒന്ന് വെളിച്ചത്ത് കൊണ്ടുവരുവാൻ, തൻ്റെ ജനത്തിനെ വിടുവിക്കാൻ ആവശ്യപ്പെടാൻ. അവൾ വളരെ വിവേകമുള്ളവളായിരുന്നു. അവൾ ആദ്യമേ കാര്യമൊന്നും പറഞ്ഞില്ല. അവൾ രാജാവിനെയും ഹാമാനെയും ചേർത്ത് വിരുന്നിന് വിളിച്ചു. അപ്പോൾ ഹാമാൻ കുറെ കൂടെ ഹൃദയത്തിൽ അഹങ്കരിച്ചു കാണും. ഓ, രാജ്ഞിയും എന്നെ ബഹുമാനിക്കുന്നുവെന്ന്. വീണ്ടും വിരുന്നിന് വിളിച്ചിരിക്കുന്നു. അപ്പോൾ ഹാമാൻ വീട്ടിൽ പോയി പറഞ്ഞു കാണും, ഓ, ആ മൊർദെഖായിക്ക് മാത്രമേ ഉള്ളൂ എന്നോട് പ്രശ്നമുള്ളത്. താണ്ടേ എന്നെ രാജകീയ വിരുന്നിന് വിളിച്ചിരിക്കുന്നു, രണ്ടാമതും വിളിച്ചിരിക്കുന്നു. അത്രമാത്രം ഞാൻ ഈ രാജ്യത്ത് പ്രധാനപ്പെട്ടവനാണ്, വിലപ്പെട്ടവനാണ്. അപ്പോഴെല്ലാം ഹാമാൻ ഇങ്ങനെ മൊർദെഖായിയെ കൊല്ലുന്ന ദിവസത്തിനായി കാത്തുകാത്തിരിക്കുന്ന നാളുകളാണ്. രാജ്ഞി കാര്യം വെളിപ്പെടുത്തുവാനിടയായി. രാജാവ് ചോദിച്ചു, ആരാണ് ആ മനുഷ്യൻ? ഈ ഹാമാൻ എന്നെയും എൻ്റെ കുലത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ അവൻ തീരുമാനിച്ചിരിക്കുന്നു. രാജാവിന് മനസ്സിലായി താൻ വഞ്ചിക്കപ്പെട്ടുവെന്ന്, താൻ കബളിപ്പിക്കപ്പെട്ടുവെന്ന്. താൻ സ്നേഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട രാജ്ഞിയെയും ആ യഹൂദ ജാതിയെ മുഴുവൻ നശിപ്പിക്കുവാൻ ഹാമാൻ പ്ലാനിട്ട് കഴിഞ്ഞിരുന്നു. രാജാവ് കോപിഷ്ഠനായി. അങ്ങനെ തൻ്റെ പദ്ധതികളെല്ലാം പൊളിഞ്ഞുവെന്ന് ഹാമാന് മനസ്സിലായി. ഹാമാൻ രാജ്ഞിയുടെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കുവാനൊക്കെ തയ്യാറായി. അതെല്ലാം പരാജയപ്പെട്ടു. രാജാവ് അവനെ ശിക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. എസ്തേർ രാജ്ഞിയുടെ പ്രാർത്ഥന കേട്ട ദൈവം എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന കേൾക്കുവാൻ ശക്തനാണ്. നാം വിശ്വസിച്ചാൽ മാത്രം മതി. നാം ദൈവത്തെ മുറുകെ പറ്റുമോ? നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ അളവറ്റ് സ്നേഹിക്കുന്ന രാജാതിരാജൻ നമുക്കായി ചെങ്കോൽ നീട്ടിയിരിക്കുന്നു. ഹാമാൻ്റെ വീട്ടിൽ ചെന്ന് കാര്യമൊക്കെ പറഞ്ഞു. പക്ഷെ ഹാമാൻ്റെ ഭാര്യയ്ക്ക് കുറച്ചുകൂടെ വിവരം ഉണ്ടായിരുന്നു. എസ്തേറിൻ്റെ പുസ്തകം 6-ാം അധ്യായം 13 ഇപ്രകാരം വായിക്കാം: തനിക്ക് സംഭവിച്ചതൊക്കെയും ഹാമാൻ ഭാര്യയായ സെരഷിനോടും തൻ്റെ സകല സ്നേഹിതന്മാരോടും വിവരിച്ചു പറഞ്ഞു. അവൻ്റെ വിദ്വാൻമാരും അവൻ്റെ ഭാര്യ സേരഷും അവനോട്, മൊർദെഖായിയുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി. അവൻ യഹൂദ്യ വംശക്കാരനാകുന്നു എങ്കിൽ നീ അവനെ ജയിക്കുകയില്ല, അവനോട് തോറ്റുപോകുകയുള്ളൂ എന്ന് പറഞ്ഞു. ഭാര്യയ്ക്ക് അറിയാമായിരുന്നു ദൈവജനത്തിനെ ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കയില്ല എന്ന്. അവൻ യഹൂദനെങ്കിൽ നീ അവനെ ജയിക്കയില്ല എന്ന് ഭാര്യയും വിദ്വാൻമാരും മുന്നറിയിപ്പ് നൽകി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദാനിയേലിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ദാനിയേലിനെ പരാജയപ്പെടുത്തുവാൻ, സിംഹങ്ങളുടെ മുമ്പിലിട്ട് കടിച്ചു കീറപ്പെടുവാൻ ശത്രു ഉപായം നിരൂപിച്ചു. ശത്രു ജയിച്ചു ഒരു പരിധി വരെ. രാജാവ് അതിലെല്ലാം ഒപ്പുവെച്ചു. സിംഹത്തിൻ്റെ ഗുഹയിൽ കൊണ്ട് ഇടുവാനും ഉത്തരവിട്ടു. അപ്പോൾ ഈ ശത്രുക്കൾ എന്തോ വിചാരിച്ചത്, നമ്മൾ പരാജയപ്പെടില്ല, നമ്മൾ ഇവിടം വരെ എത്തി, ഓ, നമ്മളുടെ സ്വാധീനവും കഴിവുമെല്ലാം ഈ ദാനിയേലിനെ നശിപ്പിക്കുവാൻ പ്രാപ്തിയുള്ളതാണെന്ന്. എന്തു പറ്റി? അവർ ദാനിയേലിനെ സിംഹങ്ങൾ കടിച്ചു കീറുന്നത് കാണാനാണ് ആഗ്രഹിച്ച് പദ്ധതി തയ്യാറാക്കിയത്.
ഒടുവിൽ എന്തു പറ്റി? അവരെ സിംഹങ്ങൾ കടിച്ചു കീറി നശിപ്പിച്ചു കളഞ്ഞു. ദൈവജനത്തിനെതിരെ ആയുധമുണ്ടാക്കിയാൽ ആ ആയുധം ചിലപ്പോൾ ഇരട്ടി ശക്തിയോടെ നിങ്ങൾക്കെതിരായി വന്നെന്നിരിക്കും. അതുകൊണ്ട് ദൈവജനത്തിനു എതിരെ ആയുധമുണ്ടാക്കുന്നത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. എന്തൊക്കെ ഹാമാൻ ആഗ്രഹിച്ചു മൊർദെഖായിയെ പറ്റി, ആ ആഗ്രഹം തൻ്റെ ജീവിതത്തിലേക്ക് തന്നെ വന്നു. അവനുണ്ടാക്കിയ ആയുധം അവനെ തന്നെ നശിപ്പിച്ചു കളഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവപൈതലിനെതിരെ ആയുധമുണ്ടാക്കരുത് കേട്ടോ. അവരെ ഉപദ്രവിക്കാൻ നിങ്ങൾ ഒരു പദ്ധതിയും തയ്യാറാക്കരുത്. നിങ്ങൾ പരാജയപ്പെടും. ചിലപ്പോൾ കുറേ കാലത്തേക്ക് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ജയിച്ചെന്നിരിക്കാം, ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ സാധിച്ചെടുത്തെന്നിരിക്കാം. പക്ഷേ നീ ഉണ്ടാക്കിയ ആയുധത്താൽ നീ നശിച്ചു പോകും. അതേ ഹാമാൻ ഉണ്ടാക്കിയ തൂക്കുമരത്തിൽ, ഒരു ദൈവവൈതലിനായി ഉണ്ടാക്കിയ തൂക്കുമരത്തിൽ ഹാമാൻ തന്നെ തൂങ്ങേണ്ടി വന്നു. എസ്തർ 7:9-10 എന്നീ വാക്യങ്ങളിൽ നമുക്ക് ഇപ്രകാരം വായിക്കാം. അപ്പോൾ രാജാവിൻ്റെ ഷണ്ഡന്മാരിൽ ഒരുത്തനായ ഹർബോന ഇതാ രാജാവിൻ്റെ നന്മയ്ക്കായി സംസാരിച്ച മൊർദെഖായിക്ക് ഹാമാൻ ഉണ്ടാക്കിയതായി 50 മുഴം ഉയരമുള്ള കഴുമരം ഹാമാൻ്റെ വീട്ടിൽ നിൽക്കുന്നു എന്ന് രാജസന്നിധിയിൽ ബോധിപ്പിച്ചു. അതിന്മേൽ തന്നെ അവനെ തൂക്കിക്കളവിൻ എന്ന് രാജാവ് കൽപ്പിച്ചു. അവർ ഹാമാനെ അവൻ മൊർദെഖായിക്ക് വേണ്ടി നാട്ടിയിരുന്ന കഴുമരത്തിന്മേൽ തന്നെ തൂക്കിക്കളഞ്ഞു. അങ്ങനെ രാജാവിൻ്റെ ക്രോധം ശമിച്ചു. ദൈവജനത്തെ ഉന്മൂലമാക്കി കളയുവാൻ, നശിപ്പിച്ചു കളയുവാൻ ഗോലിയാത്ത് തീരുമാനിച്ചു. ദൈവജനത്താൽ തന്നെ ഗോലിയാത്ത് നശിപ്പിക്കപ്പെട്ടു. അവനൊരു ദൈവ പൈതലിൻ്റെ കരങ്ങളാൽ തകർക്കപ്പെട്ടു. ശത്രു എത്ര ഭീകരനായാലും, ഏതൊക്കെ സ്വാധീനം എവിടൊക്കെ ഉണ്ടായിരുന്നാലും, വലിയ സമ്പത്തിന് ഉടമയായിരുന്നാലും, വലിയ ശക്തിമാനും പ്രഗത്ഭനുമായിരുന്നാലും, ഒരു ദൈവ പൈതലിന് മുമ്പിൽ, ഒരു കൊച്ചു ചെറുക്കൻ ദാവീദിൻ്റെ മുന്നിൽ അഭീമനായ ഗോലിയാത്ത് പരാജയപ്പെട്ടതുപോലെ ശത്രുവായവൻ പരാജയപ്പെടുക തന്നെ ചെയ്യും. ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ തീരുമാനിച്ചാൽ, ആവശ്യഭാരങ്ങളുമായി, നീറുന്ന വേദനകളുമായി രാജാതിരാജൻ്റെ സന്നിധിയിലേക്ക് എപ്പോൾ കടന്നു ചെന്നാലും തൻ്റെ ചെങ്കോൽ നമുക്ക് വേണ്ടി അവൻ നീട്ടും. കാരണം രാജാതിരാജൻ അത്രമാത്രം തൻ്റെ കാന്തയെ സ്നേഹിക്കുന്നു എന്നതാണ്. ഞാനും നിങ്ങളുമാണ് അവൻ്റെ കാന്ത. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ കൈക്കൊണ്ട് ദൈവമക്കൾ ആയ ഞാനും നിങ്ങളും പ്രാർത്ഥിച്ച ദൈവ പൈതലിൻ്റെ മുന്നിൽ ശത്രു തകർക്കപ്പെട്ടു. ഹാമാൻ്റെ ബലഹീനത എന്തുവായിരുന്നെന്നറിയാമോ? അവൻ അഹങ്കാരിയായിരുന്നു. അവൻ വിചാരിച്ചു അവൻ ആരൊക്കെയോ ആണെന്ന്. അവൻ വിചാരിച്ചാൽ അവൻ്റെ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് അവൻ എന്തും ആകുമെന്ന് അവൻ വിചാരിച്ചു. ഇന്ന് പല അധികാരത്തിലിരിക്കുന്നവരും പല സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവരും വിചാരിക്കുന്നുണ്ട് തൻ്റെ സ്വാധീനവും തൻ്റെ പേരും പെരുമയും ഒക്കെ തന്നെ വിടുവിക്കുമെന്ന്. ഒരു ദൈവഭയത്തിനെതിരെ നീ നീങ്ങുന്നുവെങ്കിൽ, അവനെതിരെ നീ ആയുധമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നീ പരാജയപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആ തരത്തിൽ നീങ്ങുന്നുണ്ടെങ്കിൽ ഇന്ന് കർത്തൃസന്നിധിയിലേക്ക് നിങ്ങൾ കടന്നു വരുമോ? നിങ്ങളുടെ കുറവുകൾ ദൈവത്തോട് ഏറ്റുപറയുമോ? നമുക്കെല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ്, നാം പലപ്പോഴും നമ്മെ എതിർക്കാൻ വരുന്നവർക്കെതിരെ നാമും ആയുധമുണ്ടാക്കും. നാം പ്രതികാരം ചെയ്യാൻ ശ്രമിക്കും. അതൊക്കെ പരാജയപ്പെടും. ദൈവത്തിൻ്റെ കരങ്ങളാൽ മാത്രമേ നമുക്ക് വിജയമുള്ളൂ. നമ്മുടെ സ്വന്തം പ്രയത്നത്തിൽ, നമ്മുടെ സ്വന്തം എടുക്കൽ ഒന്നും ചെയ്യാൻ ശ്രമിക്കരുത്. റോമർ 12:19 ഇപ്രകാരം വായിക്കാം: പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നാം ആരോടും പകരം ചെയ്യാൻ പോകണ്ട. നാം മിണ്ടാതെ ഇരുന്നാൽ മതി. നിനക്കെതിരെ വരുന്ന കത്തുകൾക്കൊന്നും നീ മറുപടി അയക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചാൽ മാത്രം മതി.
ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ല്. ദൈവസന്നിധിയിൽ പരിഹാരമില്ലാത്ത വിഷയങ്ങളില്ല. നാം നേരത്തെ വായിച്ചല്ലോ, യെശയ്യാവ് 54:17, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെയാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ രാജാതി രാജാവും കർത്താതി കർത്താവുമായനുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ധൈര്യമായി എസ്തേർ രാജ്ഞി രാജസന്നിധിയിലേക്ക് കടന്നു ചെന്നു. അങ്ങനെ ഒരു അനുഭവത്തിൽ നിങ്ങൾ ആയിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ പ്രയാസത്തിൻ്റെ പ്രതികൂലത്തിൻ്റെ ഒക്കെ മധ്യത്തിൽ നിങ്ങൾക്ക് ധൈര്യമായി കയറി ചെല്ലുവാൻ തക്കവണ്ണം ആ രാജാതി രാജാവുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവും ദൈവവുമായി ഹൃദയത്തിൽ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ താഴ്മയോടെ ഞാൻ പറയട്ടെ, ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ കടന്നു വരുമോ? അവൻ്റെ നീതിയുടെ ചെങ്കോൽ എനിക്കും നിങ്ങൾക്കുമായി നീട്ടിയിരിക്കുന്നു. ഏത് സമയത്തും ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. എങ്ങനെയാണ് ആ ദൈവവുമായി നാം കൂടുതൽ അടുക്കുന്നത്? എങ്ങനെ അവനുമായി ഒരു ആഴമേറിയ സ്നേഹബന്ധത്തിൽ നമുക്ക് ആയിത്തീരാം? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വളരെ വിലപ്പെട്ട ഒരു സമ്മാനം അത്രേ ഈ വിശുദ്ധ വേദപുസ്തകം. ഇത് എന്നും വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്താൽ ദൈവവുമായി ഒരു ആഴമായ ബന്ധമുണ്ടാകുവാനും കർത്താവുമായി ചേർന്നൊരു ജീവിതം നയിക്കുവാനും നമ്മെ അത് സഹായിക്കും. എന്നും പ്രാർത്ഥിക്കുന്നതും ദൈവസന്നിധിയിൽ സമയം ചിലവഴിക്കുന്നതും ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കണം. അവൻ മേഘാരൂഢനായി വരുവാൻ ഇനി അധികം താമസമില്ല. നിങ്ങൾ താഴ്മയോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഇഗ്നൈറ്റ് ദ ഹോപ്പ് പ്രയർ ടീം നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനുമായ ഞങ്ങളുടെ സ്വർഗ്ഗ പിതാവേ, ഈ മനോഹരമായ ദിവസത്തിനായി സ്തുതിക്കുന്നു. നാശത്തിലേക്ക് നയിക്കുന്ന അഹങ്കാരത്തിൻ്റെയും അഹംഭാവത്തിൻ്റെയും ഒക്കെ ആത്മാവിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാൻ ഞങ്ങളെ അവിടുത്തെ അനുഗ്രഹിക്കുന്ന കരങ്ങൾ ഏൽപ്പിക്കുന്നു. ആ എസ്തർ രാജ്ഞിക്കും മൊർദെഖായിക്കും ഒക്കെ ലഭിച്ച പരിജ്ഞാനവും വിവേകവും ഒക്കെ ലഭിക്കുവാൻ ഞങ്ങളെയും അവിടുത്തെ സന്നിധിയിൽ ഏൽപ്പിച്ചു തരുന്നു. നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് എപ്പോഴും അടുത്തു വരുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി നീതിയുടെ സ്നേഹത്തിൻ്റെ ചെങ്കോൽ നീട്ടിയിരിക്കുന്നതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു ശത്രുവും ഞങ്ങൾക്കെതിരെ വന്നാൽ അത് പരാജയപ്പെടുമെന്നുള്ളത് നിൻ്റെ മാറ്റമില്ലാത്ത വചനമാണല്ലോ. അവിടുന്ന് ഞങ്ങൾക്കായി യുദ്ധവീരനായി ഞങ്ങളുടെ മേൽ ജയത്തിൻ്റെ കൊടി പിടിച്ചിരിക്കുന്നതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. പ്രശ്നത്തിലും പ്രതികൂലത്തിലും ആയിരിക്കുന്നവർ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കട്ടെ. അവർ പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. സകല മാനവും മഹത്വം എടുക്കണമേ. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പുത്രൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.